ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ദീപാവലി. അപ്പോൾ നമ്മൾ പടക്കം മേടിക്കാനായിട്ട് ഇറങ്ങിയതാണ്. പടക്കം മേടിച്ചു വീട്ടിൽ വന്നു. ഇതിപ്പം ഞങ്ങൾ മെഴുകുതിരി കത്തിക്കുകയാണ് പടക്കം പൊട്ടിക്കാൻ വേണ്ടി. ആദ്യം തന്നെ മത്താപ്പൂവാണ് കത്തിച്ചത്, മത്താപ്പൂ. അപ്പോൾ നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഒരാൾ പേടിച്ച് ഓടുന്ന രംഗമാണ്. ഇനി അടുത്ത കഴുകപ്പൂ കത്തിച്ചു. അത് താഴെ കുഞ്ഞതിന് പേടിയാണ് കേട്ടോ. അപ്പം നമുക്ക് തിരി വെക്കാനുള്ള ഇതിൻ്റെ പേര് മറന്നുപോയി. എന്നെ സഹായിക്കുവാണ് ഒരാളെ. പടക്കം പൊട്ടിക്കുന്നതിന് പേടിച്ചോടി ഒരാൾ വന്ന് ഇവിടെ നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാത്തിനകത്തും തിരിയിട്ട് ഇവിടെ ഒരാൾ എന്നെ സഹായിച്ചു കേട്ടോ. അത് വലിയൊരു ഉപകാരമായിരുന്നു. കുറേ എണ്ണം ഉണ്ടായിരുന്നേ, കഴിഞ്ഞ വർഷത്തെയാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം നേരത്തെ എടുത്ത് സൂക്ഷിച്ച് വെച്ചിരുന്നതാണ് കേട്ടോ. ചെറുക്കനെടുത്ത് കളഞ്ഞാണ് തിരിയെ. അപ്പോൾ നമുക്കതെല്ലാം പിറക്കി വെച്ചിട്ട് ഓരോന്നോരോന്ന് കത്തിക്കാവേ. ഇവിടെ ഒരാളെ സഹായിക്കുന്നുണ്ട് എന്നെ. ഇവിടെ ഇതിനകത്തോട്ട് ചെറുത് അവിടെ തന്നെ ഇരിക്കത്തേ ഉള്ളൂ. ഞങ്ങൾ പടക്കം പൊട്ടിക്കും. കൈ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, ദേ നോക്കിയേ, ചിരിച്ചേ. അപ്പോൾ സന്ധ്യയ്ക്ക് നല്ല മഴയാണ് കേട്ടോ, അതിശക്തമായ മഴയാണ്. മഴയുടെ ശബ്ദം കൊണ്ടൊന്നും കേൾക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇത് നമ്മളെല്ലാം തിരിയെല്ലാം കത്തിച്ചു. വളരെ മനോഹരമായിട്ടുണ്ട്. ഇവിടെ രണ്ടുപേരും ഞാൻ ഇരുത്തിയേക്കാണ്. ഒരാളുടെ മൂക്ക് ചൊറിയുന്നുണ്ട്, ആരോ കുശുമ്പ് വിചാരിക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അങ്ങനെയല്ലേ നമ്മൾ പറയാറ്. അപ്പോൾ ദീപാവലിക്ക് എല്ലാം റെഡിയാക്കി നമ്മൾ ഇതെല്ലാ വർഷവും ഞാൻ ചെയ്യുന്ന കേട്ടോ. ദീപാവലിയും അങ്ങനെ എന്ത് ആഘോഷം ഉണ്ടെങ്കിലും ആഘോഷങ്ങളൊക്കെ ആഘോഷിക്കാനല്ലേ അല്ലേ. അപ്പം ഇത് നമ്മൾ കത്തിച്ച് ഭംഗിയായിട്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് വളരെ ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇത് നല്ല ഭംഗിയിൽ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരാളെ നിൽപ്പുണ്ട്. എൻ്റെ ഫോണും ചോദിച്ചാണ് നിൽക്കുന്നത്. ആൾക്കിത് ഭയങ്കര എൻ്റെ പടക്കമൊക്കെ കാണുമ്പോൾ പേടിയാണ്. എന്നാലും ഇതൊന്നും അങ്ങനെ തൊടുകയോ ഒന്നും ചെയ്തില്ല കേട്ടോ, എടുത്ത് കളയൊന്നും ചെയ്തില്ല. തീയിൽ കളിക്കാനൊന്നും വന്നിട്ടില്ല ആൾ. അപ്പോൾ ഇവിടെ രണ്ടുപേര് ഡാൻസ് കളിക്കാനായിട്ട് പോകുന്നുണ്ടേ. അപ്പം ഞങ്ങൾ പൂത്തിരിയൊക്കെ കത്തിച്ചു. ഈ വർഷത്തെ ദീപാവലി അങ്ങനെ കഴിഞ്ഞു കേട്ടോ. ഹാപ്പി ദീപാവലി. ബൈ ബൈ.